യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഏതാനും ചില റൊമാൻറ്റിക് സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിലാദ്യമായി നെക്കോക പ്രൈസി കവാലി, പോസാനി കൃഷ്ണമുരളി, പവാനി ഹോട്ട് എന്നിവരാണ് ഇതിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രധാന കഥാപാത്രങ്ങളുടെ ജീവിതവും അവരുടെ പ്രണയബന്ധങ്ങളും ഒക്കെയാണ് ചിത്രത്തിൽ പറയുന്നത്. കുറച്ച് അഡൽട്ട് രംഗങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചില പഴയകാല ഷക്കീല ചിത്രങ്ങളൊക്കെ ഓർമ്മ വരും. അത്ര വലിയ നിലവാരമുള്ള ഒരു സിനിമയൊന്നുമല്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വട്ടം വേണമെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണിത്. അടുത്തായിട്ട് ഡോക്ടർ റോബർട്ട്. ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ സിനിമയാണ്. ഒരു ഡോക്ടറെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കഥ പോകുന്നത്. ഈ ഒരു ഡോക്ടറെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങളും യാത്രകളും പ്രണയവും സംഘർഷങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ത്രില്ലിംഗ് എലമെൻ്റൊക്കെ സിനിമയിലുണ്ട്. കുറേ ക്രൈം സീനുകളും അതുപോലെ തന്നെ സസ്പെൻസും ഒക്കെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജനികാന്ത് ഷെട്ടി, അനുഷ സായി, ശ്രീനിവാസ് കുപ്പല്ലി തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ വേഷമിട്ടിരിക്കുന്നത്. ഒറ്റ തവണത്തേക്ക് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണിത്. അടുത്തായിട്ട് ശേഖരം ഗിരിയബ്ബായി എന്ന ഒരു തെലുങ്ക് റൊമാൻറ്റിക് ഡ്രാമ സിനിമയാണ്. സാദിഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമയുടെ കഥ പോകുന്നത്. അയാൾക്ക് അയൽക്കാരിയായിട്ടുള്ള അപ്സരയോട് ഒരു പ്രണയം തോന്നുന്നു. എന്നാൽ ഇയാളുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ അയാളുടെ പ്രണയം നിരസിക്കുകയാണ്. അവളുടെ ഈ ഒരു തീരുമാനം അവനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അങ്ങനെ അയാൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിൽ സാദിഖിൻ്റെ ഒരു പഴയ ശത്രു കടന്നു വരികയും ഇവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഈ വെല്ലുവിളികളെ അവൻ എങ്ങനെ നേരിടുന്നുവെന്നും ഒടുവിൽ അപ്സരയുടെ പ്രണയം എങ്ങനെ നേടുന്നു എന്നുമൊക്കെയാണ് ചിത്രം പറയുന്നത്. അക്ഷത ശ്രീനിവാസ്, ബിന്നു മധുപതി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അടുത്തായിട്ടൊരു വെബ് സീരീസാണ്. ബ്രാഹ്മൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു തമിഴ് വെബ് സീരീസിൻ്റെ തെലുങ്ക് പതിപ്പാണ്. വിഘ്നേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. അയാളൊരു ബ്രാസ് സെയിൽസ്മാനാണ്. അയാൾക്കൊരു അതുല്യമായിട്ടുള്ള കഴിവുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണുമ്പോൾ മനസ്സിലാകും. അപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രണയവും സൗഹൃദവും അയാൾ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമ പറയുന്നത്. കോമഡിയും വികാരങ്ങളും ഒക്കെ കൊണ്ട് ഇത് സവിശേഷമാണ്. ഒരു റേഡിയോ ഷോയുടെ ഏതാനും ചില ഘടകങ്ങളും ചില ബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. അവസാനമായിട്ട് 16 Years Girl. ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ സിനിമയാണ്. ജീവിതവും ബന്ധങ്ങളും സാമൂഹിക വെല്ലുവിളികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കൗമാരക്കാരുടെ സെൻസിറ്റീവായിട്ടുള്ള ഒരു യാത്രയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കഥാപാത്രങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രകടനങ്ങളും അതുപോലെ തന്നെ പുതുമയുള്ള ഒരു ആഖ്യാനവും ഈ സിനിമയുടെ സവിശേഷതയാണ്. നല്ലൊരു സന്ദേശവും ഈ ഒരു സിനിമ നൽകുന്നുണ്ട്. ശ്രീകർ കൃഷ്ണ, കാവേരി, ജാവാലി തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ വേഷമിട്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ സിനിമകളിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും സിനിമകളുടെ റിവ്യൂസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.